തോമസ് വർഗീസ് അദ്ദേഹത്തോടൊപ്പമാണ് നമ്മളുള്ളത്. പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. കഴിഞ്ഞ അനേക വർഷങ്ങൾ, കഴിഞ്ഞ 52 വർഷമായി ശുശ്രൂഷയിൽ കർത്താവിനോട് അത്യുദ്ധാനം ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ദൈവം തന്നെ നടത്തിയ വഴികളെക്കുറിച്ച് ചില നിമിഷങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സമയം മാറ്റിവെക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ ഒരു പുരാതന ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളരുവാൻ കർത്താവ് ഭാഗ്യം നൽകിയത്. എൻ്റെ പിതാവിൻ്റെ പേര് ടി വി തോമസ്, അമ്മ ചിന്നമ്മ തോമസ്. പ്രിയപ്പെട്ടവർ, ഏകദേശം 65 വർഷം മുൻപേ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാനും ദൈവസഭയിൽ കടന്നു വരുവാനും ഇടയായി. അതിനുണ്ടായ ഒരു മുഖാന്തരം, ബഹുമാനപ്പെട്ട കാനമച്ചൻ അച്ഛനായിരിക്കുമ്പോൾ പുതുപ്പള്ളിയിലും മണ്ണർകാട്ടും വന്ന് ഓർത്തഡോക്സുകാരുടെ ഭവനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കൂട്ടായ്മകളിൽ വലിയ ഉണർവുണ്ടാകുകയും അനേക പ്രിയപ്പെട്ടവർ ആ കൂട്ടായ്മയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ, സ്നാനം അവർക്ക് ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയും അച്ഛൻ സ്നാനപ്പെടുന്നതിന് മുൻപ് തന്നെ ചില ദൈവമക്കൾ സ്നാനപ്പെട്ടു. അതിനുശേഷം കാനമച്ചന് ഇവിടെ വെണ്ണിക്കുളത്തിന് സമീപം കവുങ്ങമ്പ്രയാറ്റ് CC ജോർജ് സാറിൻ്റെ കൈക്കീഴിൽ അച്ചൻകൂലാറ്റിൽ മണിമലയാറ്റിൽ സ്നാനപ്പെടാനിടയായി. ആ കാലഘട്ടം മുതൽ ഞങ്ങളുടെ പ്രദേശത്ത് വലിയ ഉണർവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ ആരംഭകാലങ്ങളിൽ, എൻ്റെ ബാല്യപ്രായമാണ്, ആ ആരംഭകാലങ്ങളിൽ എനിക്ക് ഇതിനോട് വേണ്ടത്ര താല്പര്യമില്ലായിരുന്നു. എന്നാൽ പിന്നീട് ദൈവം എന്നെ സന്ദർശിക്കുകയും ഞാൻ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുക്കാൻ സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അതിനുശേഷം ഞാൻ ദൈവവചന പഠനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടാൻ ഇടയായി തീർന്നു. പ്രാരംഭത്തിൽ മാവേലിക്കരയുള്ള പെന്തക്കോസ് ദൈവസഭ പാസ്റ്റർ PJ ദാനിയേൽ സാറിൻ്റെ ബൈബിൾ സ്കൂളിൽ 1 വർഷവും പഠിക്കാനിടയായി. അതിനുശേഷം മാവേലിക്കര ചെന്നിത്തലയുള്ള ബേർഷേബ ബൈബിൾ സ്കൂളിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ VJ ജേക്കബ് സാറിൻ്റെ ബൈബിൾ സ്കൂളിൽ 3 വർഷം ദൈവവചനം പഠിക്കുവാൻ അവസരം ലഭിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടത് 1970 നവംബറിലാണ് രക്ഷിക്കപ്പെട്ടത്. 1971 വിശ്വാസസ്നാനം സ്വീകരിച്ചു. അത് പെന്തക്കോസ്ത് ദൈവസഭയുടെ ബൈബിൾ സ്കൂളിൽ ചെന്നതിന് ശേഷം അവിടെ വെച്ചാണ് മാവേലിക്കര തഴക്കരയിൽ ഉള്ള റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെയുള്ള ഒരു തോട്ടിൽ ആണ് സ്നാനപ്പെടാനിടയായത്. അങ്ങനെ എന്നെ സ്നാനപ്പെടുത്തിയത് തങ്കച്ചൻ പാസ്റ്റർ എന്നൊരു ദൈവദാസൻ ഇപ്പോൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെ സ്നാനപ്പെടാനിടയായി. അതിനുശേഷം ചെന്നിത്തലയിൽ തുടർന്നുള്ള പഠനം ചെന്നിത്തലയിൽ ബർഷബായിലായിരുന്നു. ബർഷബായിലെ ആദ്യ ബാച്ചിൽ ആണ് ഞാൻ പഠിക്കാനിടയായിത്തീർന്നത്. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. മാങ്ങാനം ജോസഫ് ഉദ്ദേശിച്ച് നടത്തിയ ഒരു കാത്തിരിപ്പ് യോഗത്തിലാണ് ഞാൻ. ആ ദിവസങ്ങളിലൊക്കെ അവിടെ പ്രാർത്ഥന നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും വെള്ളി, ശനി, ഞായർ 3 ദിവസം ഉപവസിക്കുമായിരുന്നു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി. പക്ഷേ ആദ്യ സമയങ്ങളിലൊന്നും കിട്ടിയില്ല. ഒടുവിൽ നടന്ന അവിടെ ചർച്ചിൽ നടന്ന 3 ദിവസം ഉപവാസ പ്രാർത്ഥന തീർന്നു. എന്നിട്ട് ഞാൻ പ്രാപിച്ചില്ല. പ്രാപിക്കാതെ ഇങ്ങനെ വളരെ ഞങ്ങൾ ചില സഹോദരന്മാർ പഠിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരവിടെ ചെന്ന് ഈ ജോസഫ് അപ്പച്ചനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി ഒരു അല്പസമയം കൂടെ ഒന്ന് 10 മണി കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് യോഗം പിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു അല്പസമയം കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അന്ന് 2-3 പേര്, അതിലൊരാൾ ഷാരോൺ ഫെലോഷിപ്പിൽ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന KT തോമസ്, അദ്ദേഹം അന്ന് അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ് പ്രഭാഷകനായ KO തോമസ് പീച്ചി, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു. ഞങ്ങളെല്ലാവരും ആ അഭിഷേകം പ്രാപിച്ച ദിവസങ്ങൾ, ചില ദിവസങ്ങളൊന്നും മലയാളമൊന്നും പറയാൻ പറ്റിയില്ല. വല്ലതും ചോദിക്കുന്നതിൽ പറയാൻ വരുന്നതും
അന്യഭാഷകൾ തന്നെ ആയിരുന്നു. അങ്ങനെയുള്ള ഒക്കെ അനുഭവങ്ങൾ, ആ കാലഘട്ടങ്ങളിലെ അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാവുന്നതല്ല. അന്ന് ഞങ്ങളുടെ ബാച്ചിൽ പഠിച്ച പ്രസിദ്ധരായി തീർന്ന ആളുകളുടെ അതിൽ ഒരാളായിരുന്നു JC ദേവ്. ഞങ്ങൾ ഒരുമിച്ച് ദൈവജനം പഠിച്ച ആദ്യ ബാച്ചിലുണ്ടായിരുന്ന JC ദേവ്, കോട്ടയത്തുള്ള പാസ്റ്റർ PK ജോൺസൺ, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. JC ദേവിൻ്റെ കൂടെ എൻ്റെ ഭവനത്തിൽ അദ്ദേഹം വരികയും ഒക്കെ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയാണ് അദ്ദേഹത്തിന് ഒരമ്മയായിട്ട് പോയത്. അന്ന് മുതലുള്ള വലിയ അടുത്ത്. എന്നാൽ പിൽക്കാലത്ത് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ വലിയ ആഗ്രഹവും മാസികകൾ ഇറക്കാനും അദ്ദേഹം യുക്തിവാദം ശനിദശയിൽ നിന്നുള്ള മാസിക ഇറക്കുകയൊക്കെ ചെയ്ത് സാമ്പത്തികമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹം ബ്രദർ പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹം പോയത്. അവർ അദ്ദേഹത്തെ പ്രവർത്തനത്തിന് വേണ്ട സപ്പോർട്ട് ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് ഒക്കെ ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ആ കാലഘട്ടങ്ങളിലും ഈ ഉദയനക്ഷത്രം മാസിക, അന്ന് ഫ്രീ പെന്തക്കോസ് ചർച്ചിൻ്റെ ആയിട്ട് VJ ജേക്കബ് സാറും കാനവച്ചൻ അതിൻ്റെ എഡിറ്ററായിട്ടും ചീഫ് എഡിറ്ററായിട്ടും AR ഫിലിപ്പോസ് പബ്ലിഷറായിട്ടും അത് നടത്തിക്കൊണ്ടിരുന്നു. എല്ലാ മാസവും മാസിക ഇറങ്ങുന്ന സമയത്ത് ചില ദിവസങ്ങൾ കോട്ടയത്ത് പോയി അത് ലേഖനങ്ങളുടെ പ്രൂഫ് നോക്കുകയും ഒക്കെ ചെയ്ത്, അങ്ങനെ അതിലൊരു പ്രാവീണ്യം എനിക്ക് അന്ന് മുതൽ അനേക പ്രിയപ്പെട്ടവർ തന്നെ പ്രൂഫ് നോക്കാനായിട്ട് കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമായിരുന്നു. അതുപോലെ ദൈവവചന പഠന കാലത്ത് തന്നെ സ്ഫുടമായി ദൃഢമായി വേദപുസ്തകം വായിക്കുമായിരുന്നു. അത് ഇന്നും തുടരുന്നുണ്ട്. വേദപുസ്തകം വായിക്കുകയും അതുപോലെ ആ ആരംഭ കാലഘട്ടങ്ങളിൽ പ്രസംഗങ്ങൾ എടുത്തു പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസംഗം എടുത്തു പറയാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. അത് അന്ന് ഇന്നത്തെ പോലെയുള്ള മൈക്കും സിസ്റ്റം ഒന്നുമില്ലല്ലോ. ചെറിയ മൈക്കുകളൊക്കെ ആയിരിക്കും ഒന്നാമത്തെ കാര്യം. എല്ലായിടത്തും കേൾക്കാൻ പ്രസംഗിക്കുന്നവർക്ക് ഒരു റെസ്റ്റ് കിട്ടാനും ഒക്കെ അത് അനേക പ്രിയപ്പെട്ടവർ ഇന്ന് അറിയപ്പെടുന്ന നിത്യതയിൽ ഇരിക്കുന്ന ഒത്തിരി ആളുകളുടെ പ്രസംഗങ്ങൾ എടുത്തു പറയാൻ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മേരി കോവര്, PC മാസ്റ്റർ. അവർ ഈ പത്തനംതിട്ട ജില്ലയിൽ, പത്തനംതിട്ട ഈ പ്രദേശങ്ങളിൽ എവിടെ കൺവെൻഷൻ വന്നാലും എന്നെ കൂടെ വിളിക്കണമെന്ന് പറയുമായിരുന്നു. PC മാസ്റ്ററും മേരി കോവര അവരുടെ പ്രസംഗങ്ങൾ എടുത്തു പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ TG ഉമ്മച്ചൻ അപ്പച്ചൻ്റെ ക്ലാസ്സുകളെന്ന് പറയുന്നത് 3 ദിവസം, മിനിമം 3 ദിവസമാണ് പുള്ളി കൺവെൻഷന് വേണ്ടി കൊടുക്കുന്നത്. കൺവെൻഷനായാലും ബൈബിൾ ക്ലാസ് ആയാലും കൺവെൻഷന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്ന സമയത്ത് തന്നെ എന്നെയും വിളിച്ച്, ഇവിടെ ഈ മഞ്ഞിനിക്കരയൊക്കെ ഞാൻ ആദ്യം വരുന്നത് അങ്ങനെയാണ്, TG ഉമ്മച്ചൻ്റെ പ്രസംഗം എടുത്തു പറയാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ IPCയിലെ PK ചാക്കോ അപ്പച്ചന്, മുണ്ടിപ്പള്ളി ചാക്കോ അപ്പച്ചന്, PM ഫിലിപ്പ് അപ്പച്ചന്, ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ എടുത്തു പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ആ കാലത്ത് MV ചാക്കോ സാറ്, കാനവച്ചന്, PA വിസാം സാറ്, കല്ലുമന കുഞ്ഞുവൻ സാറ്, ഇങ്ങനെ ധാരാളം പ്രസംഗകരുടെ പ്രസംഗങ്ങൾ എടുത്തു പറയാൻ ഉള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1972 അഭിഷേകം പ്രാപിച്ചെന്ന് ഞാൻ മുമ്പ് ഓർപ്പിച്ചല്ലോ. അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് മാവേലിക്കരയിലെ കൊച്ചാലുംമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം, പൈൻമൂടിനടുത്ത് ഒരു സ്ഥലത്ത് ഫ്രീ പെന്തക്കോസിൻ്റെ ഒരു ചെറിയ സഭയുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, അവിടെ കുറച്ച് പേരേ ഉള്ളൂ, അവിടെ ശുശ്രൂഷയ്ക്ക് സഭായോഗം നടത്താൻ പോകാമെന്ന് VJ ജേക്കബ് സാർ എന്നോട് ചോദിച്ചു. പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ എൻ്റെ ആദ്യ സഭാ ശുശ്രൂഷ കൊച്ചാലുംമൂട്ടിൽ ആണ്. അന്ന് ചില നാളുകൾ അവിടെ ശുശ്രൂഷയിൽ തുടർന്നു. അന്ന് വിശ്വാസിയായി വന്ന ഒരാളാണ് V തോമസ് കുട്ടി എന്ന് പറയുന്ന, ഇപ്പോൾ ദുബൈയിലുള്ള ഒരു ദൈവദാസൻ. അദ്ദേഹം ആഞ്ഞിലിത്താരത്താണ് വീടൊക്കെ ക്രമീകരിച്ച് താമസം. V തോമസ് കുട്ടി അന്ന് എൻ്റെ വിശ്വാസിയായിട്ട് വന്നയാളാണ്. അപ്പോൾ അതുപോലെ ഈ അടുത്ത സമയത്ത് നിത്യതയിൽ ചേർക്കപ്പെട്ട KO സ്റ്റീഫൻ എന്ന് പറയുന്ന മാവേലിക്കരക്കാരൻ ഒരാൾ, അദ്ദേഹം വിശ്വാസിയായിട്ട് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ടുള്ള ആളാണ്. അങ്ങനെ ആ കാലഘട്ടങ്ങൾ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അതിനുശേഷം ഒരു വർഷത്തെ ചെന്നിത്തലയിലെ ഒരു വർഷത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അടുത്ത വർഷം, അന്ന് വിശ്വാസത്താൽ നടത്തുന്ന ബൈബിൾ സ്കൂളായതുകൊണ്ട് സാറ് പറഞ്ഞു, അടുത്ത ക്ലാസ്സുകൾ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഇട്ടാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക്
മറ്റു ദൈവദാസന്മാരുടെ കൂടെ കൂട്ടുപ്രവർത്തനത്തിനായി അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ സമ്മതിച്ചു. അന്ന് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് എന്ന സ്ഥലത്ത് ഫ്രീ പെന്തക്കോസ്തിന് ഒരു സഭയുണ്ട്. വി.എൻ. തോമസ് എന്നു പേരുള്ള ഒരു ദൈവദാസനാണ് അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത്. ഒരു ഒറ്റമുറി കടയിലാണ് താമസിക്കുന്നതും പാചകം ചെയ്യുന്നതും കിടക്കുന്നതും എല്ലാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്കന്ന് കുടുംബസ്ഥരാണ്. എന്നെക്കാൾ ഒരു 3-4 വയസ്സ് പ്രായം കൂടുതലുണ്ട്. ഒരു വിവാഹിതനായ ഒരു 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് ഉണ്ടായിരുന്നെന്ന്. അവിടെ പോയി പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ ആ 6 മാസത്തിൽ പല സന്ദർഭങ്ങളിലും പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിലധികം കഞ്ഞി വയ്ക്കാൻ സാധിക്കാഞ്ഞ സമയങ്ങളുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങളിൽ ഉത്സാഹമായി പോയി. ആ 6 മാസം രാവിലെ സഭായം കഴിഞ്ഞ് അതിനടുത്തൊരു ഗ്രാമം തിങ്കൽക്കാട് എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോയി. ഞങ്ങൾ ഒരുമിച്ച് പോകും. ചിലപ്പോൾ ഒന്നും കഴിക്കാതെ ആയിരിക്കും പോകുന്നത്. ആ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരക്കാരനൊരു ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ട് വിശ്വാസത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പോകുന്ന വഴിക്കാണ് ഈ എസ്റ്റേറ്റും അദ്ദേഹത്തിൻ്റെ പിന്നെ ക്വാർട്ടേഴ്സും ഒക്കെ. അവിടെ അദ്ദേഹം ഈ അരിയൊക്കെ വാങ്ങിച്ച് വെച്ചേക്കും. ഇവിടുന്ന് ചെന്ന് അവിടെ നിന്ന് ഒരു പച്ചരി കൊണ്ട് ചോറുണ്ടാക്കി ഒരു സമ്മന്തി അരച്ച് ഫുഡ് കഴിച്ചിട്ടാണ് അടുത്ത മല കയറി, കരിമല എന്ന് പറഞ്ഞൊരു മല കയറി അടുത്ത മല ഇറങ്ങി അടുത്ത് വേറൊരു മല കയറിയാണ് നടന്നാണ് അന്ന് പോകുന്നത്. അവിടെ പിന്നെ പോയി മീറ്റിങ്ങുകൾ നടത്തും. ഒരു 10-100 പേരൊക്കെ ആ മീറ്റിങ്ങിൽ രാത്രി മുറ്റത്തൊക്കെയാണ് കൂടുന്നത്. അല്ല വീടുകളൊന്നുമില്ല, ചെറിയ ഷെഡുകളും ഒക്കെയാണ്. ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ വന്ന 2 ദൈവദാസന്മാരുണ്ട്. അവരുടെ കാര്യം പിന്നെ ഞാനിത് പറയുമ്പോൾ ഓർപ്പിക്കേണ്ടതുണ്ടല്ലോ. ചർച്ച് ഓഫ് ഗോഡിലെ ഡിസ്ട്രിക്ട് പാസ്റ്ററായിട്ടിരുന്ന എം ഇ ബേബി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാനഡയിൽ കാൽഗറിയിൽ പാസ്റ്ററായിട്ടിരിക്കുന്ന എം ഇ എൽദോ, ഈ 2 പേര്. അവരുടെ പിതാവ് മാതാവാണ്. ആദ്യമേ മാതാവ് ഇപ്പോൾ 1 വർഷം മുമ്പേ മാതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്നു. അവർ അവിടുത്തെ വസ്തുക്കളെല്ലാം വിറ്റ് നാട്ടിൽ വന്നു. ഇപ്പം എനിക്ക് എം ഇ ബേബി പാസ്റ്റർ ഇവിടെ ഈ ചെങ്ങന്നൂർ അടുത്ത് വീട് വെച്ചു അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും കാനഡയിലുണ്ട്. അപ്പം അങ്ങനെ അന്ന് ആ ഒരു 6 മാസത്തെ പ്രവർത്തനം കൊണ്ട് അവിടെ സഭയില്ല, പ്രവർത്തനം ആരംഭിച്ച് 10-30 പേര് സ്നാനപ്പെടുകയും അവിടെ ഒരു നല്ല സഭ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഈ പിന്നെ വി.എൻ. തോമസ് പാസ്റ്റർ അത് പിന്നെ ഞാൻ പോന്നു കഴിഞ്ഞും തുടർന്ന് നടത്തിക്കൊണ്ടിരുന്നു. പകരം മറ്റാളുകളെ അവിടെ അയക്കുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നാൾ ആലപ്പുഴയിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രവർത്തനത്തിൽ എൻ്റെ ബൈബിൾ സ്കൂൾ പഠനം കഴിഞ്ഞ് ആലപ്പുഴയിൽ പ്രവർത്തിപ്പാനിടയായി. അദ്ദേഹവും ഇപ്പോൾ നിത്യതയിൽ ചേർക്കപ്പെട്ട ഒരു പാസ്റ്റർ അലക്സാണ്ടർ ചാക്കോ എന്ന് പറയുന്ന, അതായത് ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്റർ ഭാര്യയുടെ ആങ്ങളയായിരുന്നു അലക്സാണ്ടർ എന്ന് പറയുന്നത്. അവരുടെ കൂടെ ഏതാണ്ട് 3.5 വർഷം 4 വർഷത്തോളം അവിടെ പ്രവർത്തിക്കാനിടയായി. അതിനുശേഷമാണ് ചർച്ച് ഓഫ് ഗോഡ് ആയിട്ട് ബന്ധപ്പെടാൻ ഇടയായതും. അതുവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളും സ്വതന്ത്ര സഭയോടുള്ള ബന്ധത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് കഴിഞ്ഞ് ഞാൻ തലപ്പാടി ചർച്ച് ഓഫ് ഗോഡിൽ എൻ്റെ മെമ്പർഷിപ്പ് എടുക്കുകയും അന്ന് ഇപ്പോൾ അമേരിക്കയിലായിരിക്കുന്ന C.A. ജോസഫ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. എൻ്റെ സമകാലികനാണ്, സഹപാഠിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വീടും എൻ്റെ വീടും തൊട്ടടുത്ത വീടുകളായിരുന്നു. ചെറുപ്പം അദ്ദേഹത്തിൻ്റെ ഓട് ചേർന്ന് കുറച്ച് നാൾ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ചർച്ച് ഓഫ് ഗോഡിൽ ഒരു ശുശ്രൂഷകനായി പോകാനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ ചെയ്ത് എം വി ചാക്കോ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന് C.A. ജോസഫ് പാസ്റ്ററാണ് എനിക്കതിന് കൂടുതൽ പ്രചോദനം നൽകിയത്. എം വി ചാക്കോ സാറ് എന്നെ അപേക്ഷ കൊടുക്കുകയും എന്നെ ഒരു ശുശ്രൂഷനായിട്ട് ആദ്യമായിട്ട് എന്നെ ഇവിടുന്ന് 1978 മെയ് മാസം 9-ാം തീയതിയാണ് ഞാൻ ഏലന്തൂരിൽ വരുന്നത്. ഏലന്തൂർ അന്ന് ചർച്ച് ഓഫ് ഗോഡിൻ്റെ വിവിധ ഡിസ്ട്രിക്ട് പാസ്റ്ററായും സൺഡേ സ്കൂൾ ഡയറക്ടറായും YP-യുടെ ഡയറക്ടറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള പാസ്റ്റർ C.K. ജോൺ മേമന പാസ്റ്റർ എന്നറിയുന്നത്. അദ്ദേഹം വാര്യാപുരം ചർച്ച് ഓഫ് ഗോഡിലെ ഒരു ആരംഭകാല വിശ്വാസിയായിരുന്നു. വാര്യാപുരത്തായിരുന്നു പോയി ആരാധിച്ചുകൊണ്ടിരുന്നത്.
തനിക്ക് പ്രായമായപ്പോൾ വാര്യാപുരം വരെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്വന്തം സ്ഥലത്ത് അന്ന് എലന്തൂർ മറ്റു യാതൊരു പ്രവർത്തനവും ഇല്ല, പെന്തക്കോസ്ത് പ്രവർത്തനങ്ങളില്ല. ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഒരു പ്രവർത്തനം ആരംഭിക്കണമെന്ന് ചാക്കോ സാറിനെ അവിടെ ആവശ്യപ്പെടുകയും ചാക്കോ സാറ് എന്നെ വിളിച്ച് ഒരു പൈനീർ വർക്ക് തുടങ്ങാൻ പോകാമോ എന്ന് ചോദിച്ച് പോകാമെന്ന് പറഞ്ഞു. അന്ന് CK ജോൺ പാസ്റ്റർ അവിടെ വരാനുള്ള വഴി എഴുതിയ കത്ത്, ഒരു ഇല്ലൻ്റിൽ എനിക്ക് കത്ത് അയച്ചത് ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ചിറക്കാല ജംഗ്ഷനിൽ ഇറങ്ങി ഇത്ര ഫർലോങ് നടന്നാൽ വീട്ടിൽ വരാമെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ ഞാൻ 3 വർഷം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് അവിടെ വന്നതിന് ശേഷം മെയിൽ വന്നു. സെപ്റ്റംബർ മാസത്തിൽ സെപ്റ്റംബർ 7 78 സെപ്റ്റംബർ 7 ഞങ്ങളുടെ വിവാഹം നടന്നു. അത് അന്ന് വാര്യാപുരത്ത് സഭയിൽ ശുശ്രൂഷിക്കുന്നത് MT മാത്യു പാസ്സാണ്. PG മാത്യു സാറിൻ്റെ ഫാദറിലോ MT മാത്യു പാസ്സാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹമാണ് ഈ വിവാഹം ആലോചിച്ച് CK ജോൺ പാസ്റ്ററും ഞാനും കൂടെ ഒരുമിച്ച് പോയാണ് വത്സമ്മയെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിവാഹം MV ചാക്കോ സാറാണ് തലപ്പാടി ചർച്ചക്കോട് ഹാളിൽ വെച്ച് നടത്തിയത്. വളരെ അനുഗ്രഹമായി ദൈവം അന്നുവരെ ഇന്നുവരെയും ജയത്തോടെ നടത്തി കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയതിൻ്റെ നന്മയല്ലാ തിന്മയൊന്നും കർത്താവ് ചെയ്തിട്ടില്ല. എല്ലാ കാലത്തും ആശ്രയം വെപ്പാൻ ഒരു നല്ല സങ്കേതമായ എൻ്റെ കർത്താവ്. എനിക്കതെൻ്റെ ജീവിതത്തിൽ നമുക്കേതൊരു ആവശ്യങ്ങൾ വന്നാലും ഓടി അണയാൻ യാഹിൽ തിരുനാമം ബലമേറിയ ഗോപുരം താൻ നീതിയുള്ളവനവയും ഓടി അണഞ്ഞിടും. ആ ഒരു സമർപ്പണം എൻ്റെ ജീവിതത്തിലുള്ളത്. ഇതുവരെ ആ കർത്താവിനെ രുചിച്ചറിഞ്ഞ് കർത്താവിനെ ഇത്രത്തോളം സേവിപ്പാൻ, കർത്താവിനെ മാനിപ്പാൻ, കർത്താവിന് വേണ്ടി നിൽപ്പാനിടയാക്കി തീർത്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് ഞങ്ങൾ അനേക പാഴ്സനേജിൽ പാർത്തിട്ടുണ്ട്. അന്നൊക്കെ ചെറിയ പാഴ്സനേജുകളുണ്ട്, ചിലപ്പം പാഴ്സനേജ് ഇല്ലാത്തിടത്ത് വാടക കൊടുക്കാത്തിടമുണ്ട്, വാടകയ്ക്ക് പാർത്തിടമുണ്ട്. അവിടെ എല്ലാം കർത്താവ് ദേശത്ത് പാർത്തി വിശ്വസ്തത ആചരിച്ചെന്നുള്ള അതിന് പ്രകാരം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് എത്രത്തോളം എനിക്ക് ഒരു നിലയിലും കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഒരിക്കലും മടുപ്പ് വന്നിട്ടില്ലെന്നുള്ളതാണ്. അത്രത്തോളം കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാഴ്സനേജികളൊക്കെ നിന്നപ്പോൾ തികഞ്ഞ മാതൃകയോട് ദൈവഭയത്തോട് അച്ചടക്കത്തോട് മാതാപിതാക്കൾക്ക് വളരെ ആശ്വാസമായിരുന്നു. CK ജോൺ പാസ്റ്റർ എലന്തൂർ വീണ്ടും എന്നെ വേണമെന്ന് അന്നേരത്തേക്ക് PAV സാം സാറ് ഓവർസിയറായിട്ട് വന്നു. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അപ്പച്ചൻ കത്തെഴുതി എന്നെ അവിടേക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് വിട്ടു തന്നു. അവിടെ വെച്ച് ചില സഭയിലുണ്ടായ ചില ഇഷ്യൂസ്, ഞാൻ വന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള ധാരണയിൽ എന്നെ വരുത്തിയതാണ്. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഒടുവിൽ അത് സഭ ഒന്നായിട്ട് ഏതാണ്ട് 45 വിശ്വാസികൾ, ഈ CK ജോൺ പാസ്റ്റർ ഉൾപ്പെടെ സഭ ഒന്നായിട്ട് സഭ വിടേണ്ടി വന്നു. IPCയിലേക്ക് വന്നു. കുമ്മനാട്ടി എന്ന് TS എബ്രഹാം പാസ്റ്ററെ കണ്ടു. TS എബ്രഹാം പാസ്റ്റർ അവർ ബന്ധുക്കളായതുകൊണ്ട് CK ജോൺ പാസ്റ്ററും TS എബ്രഹാം പാസ്റ്ററുമായിട്ട് അവർ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഉണ്ണുണ്ണിച്ചാൻ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, VT അപ്പച്ചനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. ഇവിടെ വന്ന് ഞങ്ങളെ സഭയായിട്ട് എന്നെയും ഞാനും എൻ്റെ കുടുംബവും എല്ലാ വിശ്വാസികളുമായിട്ട് IPC സഭയിലേക്ക് വന്നു. IPC വന്നതിന് ശേഷമാണ് എനിക്ക് ഓർഡിനേഷൻ തന്നത്. എൻ്റെയും പാസ്റ്റർ KY തോമസിൻ്റെയും കൂടെ ഓർഡിനേഷൻ പുത്തമ്പീടിയ IPC ഹാളിൽ വെച്ച് നടന്നു. IPCയുടെ എല്ലാ ലീഡേഴ്സും ഉണ്ടായിരുന്ന ഒരു ഓർഡിനേഷൻ വേറെ ഒന്നും നടന്ന് കാണത്തില്ല എന്നാണ് എൻ്റെ ചിന്ത. പാസ്റ്റർ VT ജോസഫ്, പാസ്റ്റർ MV ചാക്കോ മുണ്ടിയപ്പള്ളി, പാസ്റ്റർ TS എബ്രഹാം, പാസ്റ്റർ KC ജോൺ, പാസ്റ്റർ KM ജോൺ, പിന്നെ CI ചെറിയാൻ, ഉമ്മൻ എബ്രഹാം, ഇങ്ങനെ എല്ലാ എൻ്റെ അതിൻ്റെ ഫോട്ടോസുണ്ട്. എല്ലാവരും ഉണ്ടായത് എന്നോടുള്ള ബന്ധത്തിലല്ല. KY തോമസ് അവിടുത്തെ ഒരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ആ ബന്ധത്തിലാണ് അത്രയും ആളുകൾ വന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ ഓർഡിനേഷൻ നടക്കാനിടയായി തീർന്നു. അവിടുന്ന് എലന്തൂരിൽ നിന്ന് ഞാൻ മാക്കാങ്കുന്നിൽ VG കുഞ്ഞപ്പി സാറിൻ്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. അവിടെ ശുശ്രൂഷയ്ക്ക് വന്നു. അവിടെ ചില വർഷങ്ങളായതിനു ശേഷം വലിയന്തി IPC സിയോൺ സഭയിൽ 4 വർഷം അവിടെ ശുശ്രൂഷിക്കാനിടയായി. വലിയന്തിയിൽ നിന്ന് പത്തനംതിട്ട ടൗണിലുള്ള വെട്ടിപ്പുറം IPC സഭയിൽ വന്നു. 11 വർഷം വെട്ടിപ്പുറം IPC സഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. അവിടുന്ന്
പുത്തമ്പടി സഭയിൽ വിറ്റിയപ്പച്ചൻ്റെ മാതൃസഭ വിൽസം ജോസഫ് പാസ്റ്ററൊക്കെ മാതൃസഭയായ പുത്തമ്പടി സഭയിൽ വന്നു. പുത്തമ്പടി സഭയിൽ നിന്ന് മഞ്ഞരിക്കര IPC ഹെബ്രോൺ സഭയിൽ വന്നു. അവിടെ 4 വർഷം, പുത്തമ്പടിയിൽ 3 വർഷം, മഞ്ഞരിക്കര 4 വർഷം ശുശ്രൂഷിച്ചു. മഞ്ഞരിക്കരയിൽ നിന്ന് മലശ്ശേരി IPC സഭയിൽ കടന്നുപോയി. അവിടെ 3 വർഷം ശുശ്രൂഷിച്ചു. അവിടെ നിന്ന് കുമ്പളാമ്പൊയ്യ IPC സഭയിൽ വന്നു. അവിടെ 5 വർഷം ശുശ്രൂഷിച്ചു. അങ്ങനെ ഈ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ പത്തനംതിട്ട വന്നിട്ട് 46 വർഷം പൂർത്തീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ശുശ്രൂഷ ഈ കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി കൊണ്ട് ശാരീരികമായി അല്പം ക്ഷീണവും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രവർത്തനത്തിന് പോകുന്നതിനും പ്രസംഗിക്കുന്നതിനും യോഗം നടത്തുന്നതിനും ബുദ്ധിമുട്ടുകളില്ലെങ്കിലും വീട് വിസിറ്റിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ആ സഭയ്ക്ക് അത് അവിടെ താമസിക്കുന്ന ഒരാൾ ആണെങ്കിൽ അഭിവൃദ്ധി വരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് അവർ വീണ്ടും ഇരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ സ്വയം എഴുതി കൊടുത്ത് മാറുകയാണ് ചെയ്തത്. അങ്ങനെ സഭാ ശുശ്രൂഷയിൽ ഞാനിപ്പോൾ വിരമിച്ച് ഇരിക്കുകയാണ്. എന്നാൽ മഞ്ഞരിക്കര ഹെബ്രോൺ സഭയിലുള്ള എല്ലാ മീറ്റിങ്ങുകൾക്കും ദൈവകൃപയാൽ പോവുകയും സമ്മതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ആ നിലയിൽ. ഇതിനോടകം ഞാൻ വിവിധ ഔദ്യോഗിക ചുമതലകൾ വഹിക്കാൻ ഇടയായിട്ടുണ്ട്. പത്തനംതിട്ട സെൻട്രലിലെ സൺഡേ സ്കൂളിൻ്റെ സൂപ്രണ്ടായി ഏതാണ്ട് 10 വർഷത്തോളം സൂപ്രണ്ടായിട്ടും ഒരു ടൈമിൽ ട്രഷററായിട്ടും പ്രവർത്തിക്കാനിടയായി. അതുപോലെ കമ്മിറ്റി അംഗമായിട്ട് സൺഡേ സ്കൂളിൻ്റെ ഈ കഴിഞ്ഞ വർഷം വരെ സൺഡേ സ്കൂളിൻ്റെ കമ്മിറ്റിയിലും ഞാൻ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. PYPAയുടെ പത്തനംതിട്ട മേഖലാ പ്രസിഡൻ്റായി 2 ടേം പ്രവർത്തിപ്പാനിടയായി. നല്ലൊരു ടീം അന്നുണ്ടായിരുന്നു. അന്ന് മേഖലാ പ്രസിഡൻ്റായി ഞാൻ മേഖലാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ബദനി അക്കാഡമി വെച്ചൊരു ക്യാമ്പ് നടന്നു, ജനറൽ ക്യാമ്പ് നടന്നു. കുമ്പനാട്ട് വെച്ച് ഒരു ജനറൽ ക്യാമ്പ് നടന്നു. അങ്ങനെ ചില ക്യാമ്പുകൾ ഒക്കെ, അതുപോലെ തിരുവനന്തപുരം പേരുക്കടയിൽ വെച്ചൊരു ക്യാമ്പ് നടന്നു. ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ സജീവമായിട്ട് അന്ന് പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഡിസ്ട്രിക്റ്റിനോടുള്ള പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഈ 34 വർഷവും ഞാൻ ഡിസ്ട്രിക്ട് കൗൺസിൽ മെമ്പറായിട്ട് ഇരുന്നു. 34 വർഷവും ഡിസ്ട്രിക്ട് സെക്രട്ടറി, ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡൻ്റായിട്ട് ഇങ്ങനെ മാറി മാറി ദീർഘവർഷം 20-ലധികം വർഷം വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിങ്ങനെയുള്ള പോസ്റ്റിലും മാറി മാറി പ്രവർത്തിപ്പാൻ ഇടയായി. അനേക വിവാഹങ്ങൾ ഏതാണ്ട് ഈ സെൻറ്ററിലെ ഏതാണ്ട് ഒരു 10-20ഓളം സഭകൾ ഞാൻ വിവാഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ ധാരാളം ഹൗസ് വാമിങ്ങുകൾ നടത്തിയിട്ടുണ്ട്, ഡെഡിക്കേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഫ്യൂണറൽ സർവീസ് ഈ സെൻറ്ററിലെ ഒട്ടുമുക്കാലും ഫ്യൂണറൽ സർവീസുകൾ ഞാനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. മറ്റൊരാൾ പോസ്റ്റിൽ വന്നാലും അവരെ പ്രായത്തെ പരിഗണിച്ച് അച്ചാനങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുമായിരുന്നു ശുശ്രൂഷകൾ ഒക്കെ. പിന്നെ IPCയുടെ ഞങ്ങളുടെ 60 വർഷം, ഈ പത്തനംതിട്ട സെൻറ്ററിൻ്റെ 60 വർഷം പൂർത്തിയാകുന്ന അതിനോടുള്ള ബന്ധത്തിൽ ഒരു സുവനീർ അടിച്ചു. ആ സുവനീറിൻ്റെ സബ് എഡിറ്ററായിട്ട് ഞാനും പ്രവർത്തിപ്പാനിടയായി. വളരെ ജിജി ചാക്കുമായിരുന്നു ചീഫ് എഡിറ്റർ. ഞങ്ങൾ അസോസിയേറ്റ് ആയിട്ട് നിന്ന് പ്രവർത്തിച്ചു. നല്ല രീതിയിൽ ഇതൊക്കെ നടത്താനിടയായി തീർന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഞാനൊരു ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പറങ്കിയെന്ന് വീണ് അപ്പം ഫാദർ മദറൊക്കെ വിശ്വാസിൽ വന്ന് അതിൻ്റെ തീഷ്ണത എന്നുകൊണ്ട് തന്നെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിനോ ഒന്ന് തിരുമുന്നതിനോ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അതങ്ങ് മാറിയെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ശരീരം തളർന്ന് എനിക്ക് പരസഹായമില്ലാതെ നടക്കാനോ എഴുന്നേൽക്കാനോ പോലും കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്ന് അപ്പം ഫാദർ മദറും ഈ രോഗശാന്തിയിൽ കൂടെ വിശ്വാസി വന്നതുകൊണ്ട് അവർ ട്രീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അമ്മാച്ചന് എന്നെ ഇതറിഞ്ഞുകൊണ്ട് അമ്മാച്ചൻ കൊണ്ടുപോയി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കോട്ടയം മീനടം ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാനൊരു 4 മാസം കിടന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷമാണ് എനിക്ക് നടക്കാൻ ഒക്കെ കഴിയും. അന്ന് 2 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്നിലൊരു മാറ്റവും കാണാതെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അവർക്കൊന്നും ചെയ്യാനില്ല, ഡിസ്ചാർജ് ചെയ്യാൻ. അപ്പോൾ അന്ന് രാത്രിയാണ് വാസ്തവത്തിലൊരു പൂർണ്ണ സമർപ്പണം ചെയ്തത്. അന്ന് ഞാൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ
അങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാൻ ആ രാത്രി ശരിക്ക് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ കരഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞൊരു ഉടമ്പടി എന്ന് പറയുന്നത്, എൻ്റെ സമപ്രായക്കാരെ പോലെ പോകാനും വരാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള ആരോഗ്യം എനിക്ക് തന്നാൽ, എന്ന് പറഞ്ഞാൽ നടക്കാൻ കഴിയുന്നില്ലല്ലോ, ആരോഗ്യം എനിക്ക് തന്നാൽ ഞാൻ കർത്താവിൻ്റെ വേല പൂർണ്ണസമയം വിശ്രമം കൂടാതെ കർത്താവിൻ്റെ വേല ചെയ്തുകൊള്ളാം എന്ന് ഒരു തീരുമാനമെടുത്തു. അത് പാലിക്കാൻ ആവോളം പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പകൽ കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ സെൻറ്ററിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം, അത് ഒരു പ്രോഗ്രാം ഞാൻ കട്ട് ചെയ്യത്തില്ല. ഏത് മീറ്റിങ്ങിനും അരമണിക്കൂറെങ്കിലും നേരത്തെ ഞാൻ ചെന്നിരിക്കും. അതൊക്കെ എൻ്റെ ചിട്ടകളാണ്. ഒരു മീറ്റിങ്ങിനും ലേറ്റായി പോകത്തില്ല. അത് താമസിച്ച് ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഞാൻ സ്തോത്രം പറയും, കാരണം എനിക്കത് നിർബന്ധമാണ്. അതുപോലെ ഞാൻ ഇപ്പോഴും പ്രായമായിട്ട് ഇപ്പോഴും വാക്യങ്ങൾ ഞാൻ ചിലരെ നിർബന്ധിച്ച വാക്യം വായിക്കാനൊക്കെ കൺവെൻഷനോട് പറയുന്നത്, കാരണം വാക്യം വായിക്കുകയും ഒക്കെ ചെയ്യാം. അതങ്ങനെ അങ്ങ് ശീലിച്ച കാര്യം ഇപ്പോഴും അത് ഇന്നുവരെയും ചെയ്തു വരുന്നു. ഇപ്പോഴും എന്നെക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോഴാണെങ്കിലും ഞാനൊരു വാക്യം വായിച്ചു കൊടുക്കും. എനിക്കതിന് ഒരു മടിയുമില്ല. ശുശ്രൂഷയിൽ അങ്ങനെ മുൻപോട്ട് പോകാനിടയാണ്. അങ്ങനെ ആ കർത്താവുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി ചെയ്തതനുസരിച്ച് വിശ്രമിക്കാതെ കർത്താവിൻ്റെ വേലയിൽ തുടരാൻ കർത്താവ് കൃപയ. എന്നിട്ട് അന്ന് ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പണം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഒരു നായർ ഡോക്ടറായിരുന്നു, ഒരു നേഴ്സ്, ഒരു ഏലിയാമെന്ന് പേരുടെ ഒരു ആയിരുന്നു. പുള്ളിക്കാരി വന്ന് എന്നോട് ചോദിച്ചു, തോമസ് വീട്ടിൽ പോകാനെല്ലാം റെഡിയായോ എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് അന്നേരം അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിട്ടാൽ പിന്നെ ഇവിടെ കിടക്കാനൊക്കെ ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അവരൊന്ന് ചിരിച്ചു പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു തോമസിനെ വിടുന്നില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. തോമസിനെ വിടുന്നില്ല, വേറൊരു ട്രീറ്റ്മെൻറ്റ് കൂടെ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ് വലിയ സന്തോഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്കിളിനോട് പറഞ്ഞാൽ കുറേ പച്ചമരുന്നുകളൊക്കെ പറിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചെയ്യാം അമ്മാച്ചൻ, അതിന് തയ്യാറാണ്, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കുറേ 50 കൂട്ടം മരുന്നുകൾ, പച്ചമരുന്നുകളിൽ അതിനകത്ത് ഇലയുള്ളതുകൊണ്ട്, വേരുണ്ട്, സമൂലം ഉള്ളതുകൊണ്ട്, പിന്നെ അതിന് അങ്ങാടി മരുന്ന് വേറെയുണ്ട്. അതെല്ലാം കൂടെ ഈ അരി കഴുകിയ കാടിക്കകത്ത് ഇതിട്ട് 3 ദിവസം അടച്ച് കെട്ടി വെച്ചിരുന്നിട്ട് അത് പിന്നെ വേർപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. വേർപ്പിക്കുന്ന ഒരു ചെപ്പ് കൂടത്തിൽ അതെല്ലാം കൂടെ ഒഴിച്ച് വെച്ചിട്ട് സ്റ്റൗവെ വെച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ അവർ പറയുന്ന കദളിവാഴയുടെ വാഴമാണം ഒരു അടപ്പ് പോലെ ഉണ്ടാക്കി, അതായത് ഒരു പൈപ്പ്, അതായത് വാറുകൊണ്ട് ഓടക്കുഴലിൻ്റെ ഹോള് പോലെ ആയിട്ടൊരു പൈപ്പൊക്കെ കൊടുത്ത് എന്നെ തലയ്ക്ക് താഴെ മൊത്തം ഒരു കയറുകെട്ടിലേക്കിടത്തി വേർപ്പിക്കാനും, വേർപ്പുതുള്ളി താഴെ വീഴുന്നവർ 7 ദിവസം അങ്ങനെ ചെയ്തു. 7 ദിവസം അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ അതിനൊരു 7 ദിവസം പഥ്യം കൂടെ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം പൂർണ്ണമായി മാറി, നടക്കാനും. അതിനുശേഷം ഞാൻ എവിടെയെല്ലാം സൈക്കിൾ ചവിട്ട് ദീർഘവർഷം, ആദ്യകാലങ്ങൾ സൈക്കിളില്ലാഞ്ഞ ആദ്യകാലം, അത് കഴിഞ്ഞ് സൈക്കിൾ വാങ്ങിച്ചു, സൈക്കിള് ചവിട്ട് എല്ലാം ചെയ്തു. വിശ്രമം കൂടാതെ തന്നെ പരസ്യങ്ങൾ പ്രസംഗിക്കുന്നത് എനിക്കൊരു വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പോഴും പരസ്യങ്ങൾക്ക് പ്രസംഗിക്കാറുണ്ട്. പരസ്യങ്ങളുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ചർച്ച ബോർഡിലായിരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ചർച്ച ബോർഡിൽ യൂത്ത് ബോർഡ് മെമ്പറായിരുന്നു. പക്ഷേ തോമസ് ജോർജ് യൂത്ത് ഡയറക്ടറായിരുന്നപ്പോൾ യൂത്ത് ബോർഡ് മെമ്പറായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് നടത്തിയ ഒരു പരസ്യോഗ പ്രോഗ്രാം നടത്തിയ ഒരു പ്രാവശ്യം മല്ലപ്പള്ളി ടൗണിൽ ഒരു പരസ്യവും നടത്തി. എം വി ചാക്കോ സാറാ അന്ന് പ്രസംഗിക്കുന്നത്. അവിടെ മദ്യപന്മാരും അല്ലാതെ ആളുകളും ഒരു 4-5 പേര് വന്ന് റോഡിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അതുപോലെ വെണ്ണിക്കുളം ജംഗ്ഷനിൽ ഒരു പരസ്യം അതുപോലെ നടത്തിയപ്പോൾ കാനവച്ചനായിരുന്നു അന്ന് പ്രസംഗിക്കുന്നത്. അന്നും ഇതുപോലെ ഓട്ടക്കോൾ നടത്തിയപ്പോൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ചിലർ വന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മദ്യവർജന പ്രസംഗത്തിന് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഊപ്പൗണ്ടിലെ അനുപമ ജംഗ്ഷനിൽ നടന്ന അവിടെ വെച്ച് ഒരു മദ്യപാനി ആയിട്ടുള്ളൊരു മനുഷ്യൻ വന്ന് എൻ്റെ നേർക്ക് വന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ പ്രസംഗം നിർത്തി. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഓമല്ലൂർ അമ്പലത്തിൻ്റെ ജംഗ്ഷനിലുള്ള ഒരു പലചരക്കട നടത്തുന്ന ഒരു നായർ,
മുമ്പോട്ട് വന്നു. ഈ മദ്യപാനിക്കിട്ട് ഒരു അടി കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവരെ ഓടിച്ചു. ഞങ്ങൾ അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്തു. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായി. പലയിടത്തും ഇതുപോലെ എതിർത്ത് ആളുകൾ പിന്നെ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. മദ്യപാനികൾ പരസ്യങ്ങളിൽ ഉണ്ടായി. എന്നാൽ ദൈവകൃപയാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആനുകാലിക സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറയും. പരസ്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ, അതിൻ്റെ പിൻപിൽ പല കാര്യങ്ങളുടെയും പുറകിൽ ഗവൺമെൻറ് കണ്ടെത്തുന്നത് മദ്യപിച്ചിരുന്നു അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിരുന്നു എന്നല്ലേ. അപ്പോൾ അതൊക്കെ ഓർപ്പിച്ച് പറയാറുണ്ട്. വിശ്വാസ ജീവിതത്തിൽ അങ്ങനെ ഞാനൊരു വേറൊരു ഇതിയായിരുന്നു. വിശ്വാസ ജീവിതം കൊണ്ട് യഥാർത്ഥമായി പരമാർത്ഥമായ ഒരു ശുശ്രൂഷ കൊണ്ട് സാമ്പത്തിക നന്മകളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. സാമ്പത്തികം ഉണ്ടാക്കാനായിട്ടുള്ള ഒരാൾക്കൊരു എൻ്റെ അത് ഗുണമായാലും ദോഷമായാലും ഞാൻ ഇരുന്ന സഭകളിലൊന്നും ഫോളോ അപ്പുകൾ ചെയ്യാറില്ല. ആരുടെയും നമ്പറുകൾ കളക്ട് ചെയ്ത് വെച്ച് വിളിക്കാനോ അല്ലെങ്കിൽ ഇന്ന് വരെയും ഞാനാകട്ടെ എൻ്റെ വൈഫാകട്ടെ വിദേശത്തുള്ളവരോട് ആരോടും ഒരു സാമ്പത്തിക ആവശ്യങ്ങളും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ടോ വേണമെങ്കിൽ എന്ന് ചോദിച്ചാൽ പോലും നമ്മളുടെ ആവശ്യങ്ങളൊന്നും പറയുകയോ അങ്ങനെയുള്ള ഫോളോ അപ്പ് വർക്കുകളൊന്നുമില്ല. കാരണം ചെയ്യാത്തില്ല. ഇപ്പോഴും അങ്ങനെ. അതുകൊണ്ട് കോണ്ടാക്റ്റുകൾ വളരെ കുറവാണ്. കോണ്ടാക്റ്റുകൾ സൂക്ഷിക്കുക. എല്ലാവർക്കും എന്നോട് കാര്യമാണ്. എന്നാൽ ഞാൻ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ, ഒരാൾ ഇപ്പം ഗൾഫിൽ നിന്ന് ഒരാൾ വന്നു അല്ലെ അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്നു എന്ന് പറഞ്ഞ് ഞാൻ അവരെ കാണാൻ പോകുകയോ ക്ഷണിക്കാതെ പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ ഒരാൾ രോഗിയായി കിടക്കുന്നതെന്ന് അറിഞ്ഞാലേ പോകുള്ളൂ, അല്ലാതെ പോകാറില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ഒരു പരിധിവരെ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. കാരണം നമ്മളെക്കുറിച്ച് ഒരു റിമാർക്കാരും ആ നിലയിലൊന്നും പറയാറില്ല. അതുപോലെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയാലും വിസിറ്റിങ്ങിന്, പ്രത്യേകിച്ച് വിശ്വാസികൾ വീട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ഒരു വീടുകളിലും പോകാറില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവുള്ളൂ. അതിന് പൂർണ്ണ സമ്മതത്തോടെ പൂർണ്ണ മനസ്സുമായിരുന്നു പുള്ളിക്കാരിക്ക്. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര എടുക്കുകയാണേലും വരും. കുഞ്ഞുങ്ങളെ ഞങ്ങളോടൊരു പാർത്ത സമയത്തും കുഞ്ഞുങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആരും ഒരു കംപ്ലൈൻറ്റും പറയാൻ ദൈവം അനുവദിച്ചില്ല. മാതാപിതാക്കളുടെ സാക്ഷ്യം നിലനിർത്തി തന്നെയാണ് അവരും ജീവിപ്പാനിടയായത്. പിന്നെ പ്രാർത്ഥിച്ച വിശ്വാസത്താലാണ് ഞങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോയത്. ഞങ്ങൾ മക്കൾ രണ്ടുപേരും നവോദയ വിദ്യാലയത്തിൽ പഠിച്ചവരാണ്. വെച്ചുചിറ നവോദയ വിദ്യാലയത്തിൽ പഠിച്ചവരാണ്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ അവിടെ പഠിച്ചവരാണ്. കാരണം ദൈവം അവർക്ക് വേണ്ടി പഠിക്കാനായിട്ടുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി. അങ്ങനെ. അതുപോലെ ഞാൻ വിദേശത്ത് പോയിട്ടുണ്ട്. വിദേശത്ത് പോയ കാര്യം, എൻ്റെ തീരുമാനമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ അവിടെ ഒന്ന് വരുന്നോ എന്ന് ചോദിച്ചൊരു ക്രമീകരണം ചെയ്തെങ്കിൽ മാത്രമേ പോകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് വിൽസൺ ജോസഫ് പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വരുന്നോ എന്ന് ചോദിച്ചു. വിൽസൺ പാസ്റ്റർ സഭ ആരംഭിക്കുന്ന ആ വർഷം 2001 ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ കൊണ്ടുപോകാൻ ആളുണ്ട്, വരുന്നതിന് എനിക്ക് തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ വിൽസൺ പാസ്റ്ററാണ് എന്നെ അവിടെ കൊണ്ടുപോയി. ആദ്യം ഒരു 3 മാസം അവിടെ അന്ന് സഭ എസ്റ്റാബ്ലിഷ് ആയി വരുന്നേ ഉള്ളൂ. ഒരു 10-50 പേരൊക്കെ അന്ന് ചർച്ചിൽ കൂടാനുള്ളൂ ആദ്യ സമയത്ത്. അപ്പം അങ്ങനെ അവിടെ കൊണ്ടുപോയി. അവിടെ ഞാൻ എൻ്റെ ഡിമാൻഡ്സ് ഒന്നും പ്രോജക്റ്റൊന്നും പറഞ്ഞില്ല. നമുക്ക് ശുശ്രൂഷിക്കാൻ അവസരങ്ങൾ കിട്ടിയ എനിക്ക് വ്യക്തിപരമായ കോണ്ടാക്റ്റുകൾ ഇല്ലല്ലോ. വിൽസൺ പാസ്റ്റർ കുറച്ച് ചർച്ചകളിലൊക്കെ വിളിച്ച് പ്രോഗ്രാമൊക്കെ അറേഞ്ച് തന്ന അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ അതിനൊരു മുഖാന്തരം ഉണ്ടായത്, മൂത്ത മോന് BSc ബോട്ടണി പഠിച്ചു, കാലിക്കറ്റ് കോളേജിൽ പഠിച്ചു. അപ്പോൾ അവന് തുടർന്ന് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ജോമോന്. അപ്പം ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ദൈവം എന്തെങ്കിലും വഴിയൊരുക്കുക, നിന്നെ വിടാം എന്നൊരു പറഞ്ഞു. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ദൈവം ഈ വഴി ഒരുക്കി തന്നെന്ന് തോന്നുന്നു. അപ്പം ഷാജി ദാനിയേൽ പാസ്റ്റർ, എനിക്ക് കിട്ടിയ പൈസയൊക്കെ പുള്ളിയുടെ കൊടുത്താണ് DD എടുത്ത് അത്. അപ്പം പാസ്റ്ററിനോട് ചോദിച്ചു, ഇത് പാസ്റ്റർ ഉദ്ദേശം എന്താ? ഞാൻ പറഞ്ഞു, ജോമോനെ പഠിപ്പിക്കണം, അവനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ടെന്താ പഠിപ്പിക്കാനാ എന്ന് ചോദിച്ചു. കാരണം ചെറിയൊരു ഇതുള്ളൂ. അപ്പോൾ ഒടുവിൽ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ധൈര്യമായിട്ട് പാസ്റ്റർ മോനെ പഠിക്കാൻ വിട്, MScക്ക് വിട്, ഞാനൊരു ചെറിയ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സെമസ്റ്ററിന് 10,000 രൂപ വെച്ച് ഷാജി ദാനിയേൽ പാസ്റ്റർ
ഞാൻ ഈറോഡിൽ വിട്ടാണ് MSc മൈക്രോബയോളജിക്ക് ജോമോനെ വിട്ട. 4 സെമസ്റ്ററും പിന്നെ പാഷ അത് പാലിച്ചു, സഹായിച്ചു, അങ്ങനെ പഠിച്ചു. അപ്പോൾ ഇളയാള് തൊട്ട് താഴത്തെ ക്ലാസ്സിൽ വരികയല്ലേ, അപ്പം അവന് പിന്നെ BComന് പോയി, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പിള്ളേരെല്ലാം ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം പാസ്സാകാൻ ദൈവം കൃപ ചെയ്തു. അത് കഴിഞ്ഞ് അവൻ MBAക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു. MComന് വിട്ടു. MCom ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ജോമോന് MSc ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നല്ല വിദ്യാഭ്യാസം നൽകി. പിള്ളേർ രണ്ടുപേരും ആത്മീയ കാര്യങ്ങളും വളരെ ആക്റ്റീവാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ ജിജിയും പിന്നെ സൗദി അറേബ്യയിലെ ഒരു ചർച്ചിൽ കൊയറിലും ഒക്കെ ഉണ്ട്, വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു. ജോമൻ ആദ്യമേ ദുബൈയിൽ അജ്മാനിൽ ഒരു ജോലിക്ക് വേണ്ടി പോയായിരുന്നു. സാലറി ഒന്നും ഇല്ലായിരുന്നു. അവൻ്റെ ഒരു കൂട്ടുകാരൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ഒരുമിച്ച് MSc പഠിച്ച ഒരു പയ്യൻ, വിസയ്ക്ക് പൈസയൊന്നും ഇല്ലാതെ നീ കയറി വാന്നും പറഞ്ഞ് വിളിച്ചു പോയി. ഒരു 3 വർഷം അവിടെ ജോലി ചെയ്തു. വെറും ഇന്ത്യൻ രൂപ 15,000 രൂപയായിരുന്നു വെറുതെ കിട്ടിക്കൊണ്ടത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന പല ദൈവദാസന്മാരും, അപ്പോൾ അന്ന് അവനും അവിടെ വിൽസഭാഷ ചർച്ചിൽ പോകും, വളരെ ആക്റ്റീവാണ്. പലരും അവനോട് പറഞ്ഞു, നീ ഇവിടെ കറങ്ങാതെ നാട്ടിൽ പോകും, നിന്നെ മറ്റൊരു ദേശത്തേക്ക് ദൈവം നിന്നെ അയക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് ആണ് അവനെ പോയി, അവൻ തന്നെ മാവിൽക്കര ബീഹുട്ടിൽ പോയി എഴുതി, IELTS എഴുതി, ആദ്യ ചാൻസിൽ തന്നെ സ്കോർ ചെയ്തു. അങ്ങനെ പോയി. അതുപോലെ സാന്റാമോണിക്കായിട്ടുള്ള ബന്ധത്തിൽ വന്ന് ആണ് പോകാനൊത്തത്. അപ്പം PR കിട്ടിയതുകൊണ്ട് അവർക്ക് ഫാമിലിയായിട്ട് ജോമോനും സൂസനും മോനുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റി. അപ്പം അവിടെ ചെന്ന സമയത്ത് നമ്മുടെ VP ഫിലിപ്പ് പാസ്റ്റർ ജ്യേഷ്ഠൻ VP കുര്യാച്ചനും വൈഫും കൂടെ PhD എടുക്കാനായിട്ട് അവിടെ വന്ന് അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരൊരു ഈവനിങ് ക്ലാസ്, വീക്കെൻഡിൽ ക്ലാസ്സുകൾ തുടങ്ങി. ബൈബിൾ സ്കൂള് ഒത്തിരി പേര് പഠിക്കാൻ ചെന്ന് ശനി ഞായർ ഈവനിങ്ങിൽ, എനിക്കൊന്ന് വെള്ളി ശനി ഞായറാന്ന് തോന്നുന്നു, ഈവനിങ്ങിൽ പോയി ക്ലാസ് പഠിച്ച് അങ്ങനെ ബൈബിൾ സ്കൂൾ പഠനവും അവിടെ ജോലിയോടുകൂടെ ചെയ്യാനുള്ള ഭാഗ്യം ജോമോന് ലഭിച്ചു. അതൊക്കെ ഒരു നിമിത്തമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇന്നത്തെ ശുശ്രൂഷ ബൈബിൾ സ്കൂളിലെ പഠനം കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഏറ്റവും ടോപ്പ് സഭ കിട്ടണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലൊക്കെ പോവുക. ഒരു ശിക്ഷണത്തിൽ കൂടെ അല്ലെങ്കിൽ ശിഷ്യത്വം സ്വീകരിക്കാനായിട്ട് പലർക്കും താല്പര്യമല്ലെന്ന്. ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ശിഷ്യത്വത്തോടുകൂടിയാണ്. ഈ എലന്തൂർ വന്ന് 3 വർഷം CK ജോൺ പാസ്റ്റർ, ഞാൻ അപ്പോയിൻ്റ് ചെയ്ത പാസ്റ്റർ ഞാനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വത്തിലാണ് ഞാൻ പോകും എപ്പോഴും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വെട്ടിപ്പുറത്ത് സഭയിലിരിക്കുമ്പോൾ എൻ്റെ കൂടെ ബിനു പി തോമസ് എന്ന് പറയുന്നൊരു ദേവദാസൻ ദൈവവചനം പഠനം കഴിഞ്ഞ് വന്ന് എൻ്റെ പാഴ്സനേജ് താമസിച്ചുകൊണ്ട് എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തെ ശുശ്രൂഷയിൽ വളർത്തിയെടുത്തു എന്ന് പറയാം. എന്നോട് പറഞ്ഞു, എനിക്ക് സെക്കുലർ പിന്നെ ഒന്ന് പഠിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. BAക്ക് പത്തനംതിട്ട കോപ്പറേറ്റീവ് കോളേജിൽ BAക്ക് ഞാൻ വിട്ട് പഠിപ്പിച്ചു. അത്സമയമാണ് രാവിലെ ടിഫിനൊക്കെ എല്ലാം ക്രമീകരിച്ച് കൊടുത്തു വിടുകയും അങ്ങനെ പഠിക്കാനിടയായ. അപ്പോൾ ശുശ്രൂഷയിൽ വേണ്ട എല്ലാ, അദ്ദേഹത്തിന് ആദ്യമേ റിപ്പോർട്ട് എഴുതാനൊന്നും അറിയത്തില്ല. POPയുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ആക്കി ഞാൻ പറഞ്ഞു കൊടുത്താണ് അന്ന് എഴുതിയത് ഓരോ കാര്യങ്ങളും. എന്നാൽ ഇന്ന് അദ്ദേഹം ശുശ്രൂഷയിൽ ശോഭിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ വളരെ വർഷങ്ങളായിട്ട് ഒരു സഭയിൽ തന്നെ ഇരിക്കുക. കാരണം ഡിസ്ട്രിക്റ്റിലായാലും ഇപ്പം സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും ഒക്കെ ആയി. അപ്പം അങ്ങനെ 3 വർഷം ബിനു ഞങ്ങളുടെ ഒരു പിള്ളേരെ പോലെ, ഞങ്ങളുടെ പിള്ളേർ 2 പേരും അന്ന് സ്ഥലത്തില്ലായിരുന്നു, പിള്ളേരെ പോലെ തന്നെ ഞങ്ങളോട് ഫെയ്ത്ത് ഹോമിൽ താമസിച്ചിരുന്നു. ബിനു പോയപ്പോഴാണ് ഷിബു നെടുവേലി പാസ്റ്റർ അവിടെ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോയി. എൻ്റെ കൂടെ വന്ന് അവിടെ നിന്നായിരുന്നു പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. 1.5-2 വർഷത്തോടടുത്ത് വെട്ടിപ്പുറത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പുത്തമ്പീടിയ വന്നപ്പോൾ പുത്തമ്പീടിയയിലും വന്ന് എന്നോടുകൂടെ അവിടെ പാർത്തു. ബാംഗ്ലൂർ പിന്നെ മറ്റു പഠനത്തിന് പോകുന്നത് വരെ പുത്തമ്പീടിയ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അങ്ങനെ ചിലരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഷിനു പോയി കഴിഞ്ഞ് ലിജിൻ ബാബു എന്ന് പറഞ്ഞൊരു അട്ടച്ചാക്കൽ സ്വദേശി ഒരു ആളെ എൻ്റെ കൂടെ നിർത്തി. പുള്ളി ഈ കൊട്ടാരക്കര സൈഡിലൊരു ബൈബിൾ കോളേജ് പഠിച്ച കുഞ്ഞപ്പൻ C വർഗീസിൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു ലിജിൻ ബാബു,
അത് ഇപ്പോൾ എന്നോട് നിന്ന് കഴിഞ്ഞ് വേറെ ചർച്ചിൽ പോയി. അത് കഴിഞ്ഞ് ഇപ്പം ഡൽഹിയിൽ IPC ചർച്ചിൽ പാസ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ചിലരെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഞാൻ അവരെ കൊണ്ട് ഈ അടിമപ്പണിയൊന്നും ചെയ്യിക്കത്തൊന്നുമില്ല. കാരണം അവർക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ ഫുൾ സപ്പോർട്ടും കൊടുത്ത് അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. അപ്പം ഇന്ന് ശുശ്രൂഷ പരിചയം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അതുപോലെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വേണം ശുശ്രൂഷ ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്നെ ഒരു സഭാപരിപാലനം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. സഭാപരിപാലനം അതിനുള്ള ഇന്ന് സഭാശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാരിൽ സഭാപരിപാലന വരവുള്ള ആളുകൾ എല്ലാവരും അല്ല, പിന്നെ കുറച്ച് പേരേ കാണുള്ളൂ. കാരണം അങ്ങനെയുള്ളവർ ഈ പല തകർന്നു കിടക്കുന്ന സഭകളിലും ഞാൻ ചെന്ന് ദൈവകൃപയാൽ ആ തകർച്ചയെല്ലാം വിടവുകളെല്ലാം നികത്തി കൃപയാൽ ഒന്നാക്കി ജനത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ഒന്നാമത്തെ പ്രാർത്ഥിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ പ്രത്യേകിച്ച് സഭയിൽ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊന്ന് കണ്ട അവരുടെ കസേര പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ജനറൽ ബോഡി നടക്കുന്നതിന് മുമ്പ് മിക്കവാറും ഉപവസിക്കുമായിരുന്നു സഭയിൽ ജനറൽ ബോഡി സമാധാനപരമായിട്ട് നടക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവകൃപയാൽ ഒരു പ്രശ്നങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ സഭയിൽ വിള്ളലുകളോ ഒന്നും ഉണ്ടാകാനായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കാലയളവിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു ഇതെന്ന് കണ്ടാൽ അന്നേരം ഞങ്ങൾ അവിടുന്ന് സ്ഥലം കാലിയാക്കും. അങ്ങനെ കാരണം സ്ഥലം മാറ്റ സമയം വരുമ്പോൾ ചിലർ പറയും 1 വർഷം കൂടെ ഇരിക്കണം. അപ്പോൾ ആരെങ്കിലും 1-2 പേര് വേണ്ട അങ്ങ് പോകണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും. ഞാൻ അന്നേരം എഴുതി കൊടുക്കും. അല്ലാതെ അവിടെ ഈ വോട്ടിങ് നടത്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പിടിച്ചോ ഒന്നും ഒരു സഭയിലും ഇരിക്കാൻ ശ്രമിച്ചിട്ടില്ല. 11 വർഷം വെട്ടിപ്പുറത്തിരുന്നതിന് ശേഷവും അവിടെയുള്ള സഹോദരന്മാർ പറഞ്ഞു 1 വർഷം കൂടി ഇരിക്കുക എന്ന്. അപ്പോൾ അതിന് മുമ്പ് ദൈവാലോചന ഉണ്ടായിരുന്നു, ഇവിടെ ഒരു നന്മ അനുഭവിച്ച് തുടങ്ങുമ്പോൾ മേഘം പൊങ്ങും എന്ന് പലരിൽ കൂടി ആലോചന പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പം ആദ്യം കിട്ടുന്നത് 150 രൂപയൊക്കെ വരുമാനമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അത് 10-20,000 രൂപ വരെ അവിടുന്ന് വെട്ടിപ്പുറത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ആ ഒടുവിലത്തെ ഒരു 3-4 മാസം അത്രേ ഉള്ളൂ. അന്നേരം ആ നന്മ പ്രാപിച്ച സമയത്താണ് അവിടുന്ന് ഞാൻ സ്ഥലമാറ്റത്തിന് എഴുതി കൊടുത്തത്. അൽസമ്മയുടെ ഒരു കസിൻ ബ്രദർ അവിടെ ഉണ്ട്. പുള്ളി പറഞ്ഞു ഈ സഹോദരിക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് വരെ പറഞ്ഞു. കാരണം ഞങ്ങൾ പക്ഷേ ദൈവാലോചന പ്രകാരം ഒരു സ്ഥലമാറ്റത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കും ദൈവാലോചന. പിന്നെ ദിവസങ്ങൾ ഉപവസിക്കാൻ അത് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഉപവസിച്ചൊരു ശീലം. വെള്ളി ശനി ഞായർ ഉപവാസമായിരുന്നു ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞങ്ങൾ ഈ ചില ദൈവദാസന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ സൈമൺ സിംഗേഴ്സിൻ്റെ ജ്യേഷ്ഠൻ ജേക്കബ് പി എബ്രഹാം പ്രാർത്ഥിക്കുന്നവർ. അതുപോലെ പ്രാർത്ഥിക്കുന്ന കുറേ ദൈവദാസന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിലൊക്കെ പോയി മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ആ ബൈബിൾ സ്കൂൾ പഠനകാലത്ത് തന്നെ ആ പ്രാർത്ഥനയും ആരാധനയും ഇന്നും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നതിനൊക്കെ എനിക്കൊരു മടിയുമില്ല. കാരണം അത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷ അന്ന് പ്രാപിച്ച അന്യഭാഷയിൽ വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ, കുറഞ്ഞു പോയിട്ടില്ല. ദൈവകൃപയാൽ അത് നിലനിർത്താൻ ദൈവം ഭാഗ്യം നൽകി. നമ്മൾ ഈ ഉപദേശത്തിൽ ഉപദേശത്തെയും സൂക്ഷിച്ചോളാൻ പറഞ്ഞല്ലോ. ഉപദേശത്തിൽ നിലനിൽക്കണം, ഉപദേശത്തിൽ നിശ്ചയമുള്ളവരായിരിക്കും. ഞാൻ ഈ ന്യൂ ജനറേഷൻ പരിപാടികൾക്കൊന്നും ഞാൻ നോട്ടീസ് പോലും ചർച്ച വായിക്കുകയായിരുന്നു. വെട്ടിപ്പുറത്ത് 11 വർഷം ഇരുന്നപ്പോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വലിയ മീറ്റിങ്ങുകളൊക്കെ നടന്ന അതിൻ്റെ നോട്ടീസ് കൂടി ഞാൻ വായിക്കത്തില്ല. നമുക്ക് ഉപദേശ പ്രകാരം നമുക്ക് ലഭിച്ചൊരു ഉപദേശം ഞാൻ എല്ലായിടത്തും പറയും. IPCയുടെ ഉപദേശം അല്ലെങ്കിൽ IPC ചർച്ച ബോർഡ് AG ഈ സഭകളുടെയൊക്കെ ഉപദേശം എന്ന് പറയുന്നത് അത് ശരിയായ വചനത്തിൻ്റെ ഉപദേശമാണ്. നാം അറിഞ്ഞതാണ് സത്യം, ഇതിനപ്പുറത്ത് വേറൊരു സത്യമില്ല എന്ന് പറയും. അപ്പം ഉപദേശത്തിൽ നിലനിൽക്കണം. വചനത്തിൽ ഒഴുക്കിന് അനുകൂലമായിട്ട് ഒഴുകാൻ എളുപ്പമാണ്. അപ്പം കൂടുതൽ ആൾ കിട്ടുന്ന ഇപ്പം ഞാനെപ്പോഴും ആ കാര്യം പറയാറുണ്ട്. ഇപ്പോൾ കുറേ അയവുകളൊക്കെ കാണിച്ചാൽ ആളിനെ ചേർക്കാം, ആൾ ചേർക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം കുറച്ച് പേരെ നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞുള്ളെങ്കിലും ആ കുറച്ച് പേരെ നമ്മൾ നിർത്തണം. അവരെ വചനത്തിൽ ഉറപ്പിച്ച് നിർത്തണം.
അത് ഒന്നാമത് ചെറുപ്പക്കാർ ഒരു ശിഷ്യത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പം കാരണം അതിന് പല കാരണങ്ങൾ കാണും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളെക്കാൾ വിദ്യാഭ്യാസം കൂടുതൽ കാണും, പക്ഷേ അനുഭവം കൂടുതലില്ല. അനുഭവം ഇപ്പം ഞാൻ പിള്ളേർക്കാണേലും പിള്ളേരോട് പറയുമ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് അപ്പനേക്കാളും അമ്മയെക്കാളും വിദ്യാഭ്യാസം കൂടുതൽ കാണും, എന്നാൽ 50 കൊല്ലം ജീവിച്ച അനുഭവം എക്സ്പീരിയൻസ് അപ്പനും അമ്മയ്ക്കും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ പ്രായമുള്ള ദൈവദാസന്മാർ, ഇപ്പം ഞാൻ 52 വർഷം ശുശ്രൂഷിച്ചു, 10-50 വർഷം ശുശ്രൂഷിച്ച ദൈവദാസന്മാർക്ക് അവരുടെ അനുഭവമുണ്ട്. അനുഭവത്തിൽ നിന്ന് അവർ ആണ് പല കാര്യങ്ങളും പറയുന്നത്. അത് അംഗീകരിക്കാൻ തലമുറ തയ്യാറായെങ്കിൽ മാത്രമേ വിജയകരമായൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ശുശ്രൂഷയിൽ കുറേയൊക്കെ സമർപ്പണം വേണം, ത്യാഗം വേണം. ചിലപ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വന്നെന്ന് വരാം, അതൊക്കെ സഹിക്കണം. സഭയിൽ ശുശ്രൂഷകന്മാർ ശരിക്കും പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാൻ കഴിയുന്നവരാണ്. ഒരു സഭയിൽ ഒരു ഇടർച്ചയോ പ്രശ്നമോ ഉണ്ടാകത്തില്ലെന്ന ഉള്ള ഞങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം, വത്സമ്മയോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, വത്സമ്മ ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കൂട്ടിച്ചോദ്യത്തിന് ഒരു സഭയിൽ ഒരു വിശ്വാസിയും വരരുതെന്ന് പറഞ്ഞു. കാരണം അത് ദൈവകൃപയാൽ ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല, ഒരു കാര്യം ഇന്നാര് പറഞ്ഞു എന്ന് പറഞ്ഞ്. അപ്പം ഇതൊക്കെ നേരെ മറിച്ച് ശുശ്രൂഷകന്മാർ എത്രയോ പേര് വീടുകൾ ഒരിടത്ത് കേൾക്കുന്നത് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് അടുത്തടുത്ത് കൊണ്ട് അതുപോലെ കൊടുക്കുന്നവരെ കേട്ടിട്ടുണ്ട്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. ഞങ്ങളുടെ സെൻറ്ററിലൊരു ഫ്യൂണറൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതൊരു 100 ചില്ലുവാനം പടികൾ കയറണം. ആ സെമിത്തേരി കയറണമെങ്കിൽ ഈ ഇത് കൊന്നിക്കടുത്താണ്, കൊന്നപ്പാറ സഭയുടെയും ആദമംഗല സഭയുടെയും ഒക്കെ പഴയ സെമിത്തേരിയാണ്. അവരിപ്പോൾ അത് ഓൾറെഡി കുറേ കുടുംബക്കാർ മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി ഉപേക്ഷിച്ച് അവർ വേറെ സെമിത്തേരി വാങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു അമ്മച്ചിയുടെ അടക്കം നടന്നുകൊണ്ടിരുന്നപ്പം ലാസ്റ്റിൽ ഞാൻ മണ്ണ് കയ്യിലെടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ നാക്ക് കുഴഞ്ഞു തല ചുറ്റി. ഞാൻ അടുത്ത് നിന്നയാളെ മണ്ണ് കളഞ്ഞേച്ച് അടുത്ത് നിന്നയാളെ പിടിച്ചു. എനിക്ക് കുഴിയുടെ വാതിൽക്ക് നിൽക്കുകയല്ലേ, അപ്പം ഞാൻ കുഴഞ്ഞത് കണ്ടുകൊണ്ട് വേറെ ആൾ കയറി പിടിച്ചു. പിന്നെ സാമരജൽ ഭാഷ ഉണ്ടായിരുന്നു, സാമരജൽ ഭാഷ ബാക്കി ശുശ്രൂഷ ചെയ്തു. എന്നെ അന്നേരം മയങ്ങി എന്നെ മേളിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തി. പിന്നെ അങ്ങനെയൊരു പ്രയാസം ഉണ്ടായി. പക്ഷെ അത് ഈ ഡീഹൈഡ്രേഷനായിരുന്നു. ഞാൻ അത്രയും സ്റ്റെപ്പ് കയറി ചെന്ന് ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർ തന്നെ പിന്നെ ഒരു ലേഡി അവിടെ നിന്ന്, എനിക്ക് നല്ല ബോധമാണ്. ഞാൻ മേളിൽ വന്നപ്പോഴത്തേക്കും പിടിച്ച് അവർ മേളിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് ബോധം തെളിഞ്ഞു. അപ്പോൾ അവർ പറയുന്നു സൈലൻ്റ് അറ്റാക്കാന്നൊക്കെ ഒരു ലേഡി അവിടെ നിന്ന് പറയുന്നതൊക്കെ എനിക്ക് കേട്ടു. അപ്പം അവർ ആംബുലൻസ് താഴെ ഉണ്ടായിരുന്നു, അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വഴി. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കതുവരെ പ്രശ്നമായി, പലപ്പോഴും ലോ BP ഉണ്ടാകുമായിരുന്നു, അല്ലാതെ ഷുഗറും BP ഒന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് നിർബന്ധം, ഞാൻ കാർ കയറി, ഞാൻ പറഞ്ഞ് കാറെ കയറി AC ഇട്ട് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. AC ഇട്ടു. അവരെന്നെ കൊണ്ടുവരാനൊരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്തു. വണ്ടി അവർ വിടാതിരിക്കാനൊക്കെ ഒരുങ്ങി. അത് കഴിഞ്ഞ് പിന്നെ മുന്നേ പോകുന്ന ജിജി ചാക്കോ മുന്നിലുണ്ടായിരുന്നു. ജിജി ചാക്കോ അവർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അതുകൊണ്ട് തോമസ് വിശ്വാസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പുള്ളി വഴിക്ക് കാത്തു നിന്നു. ഞാൻ പറഞ്ഞു വേണ്ട പക്ഷേ ഞാൻ അങ്ങനെയൊരു, പക്ഷേ ആ കുഴിയിൽ വീണിരുന്നെങ്കിൽ അതൊരു വലിയ ഇതായിപ്പോയേനെ. കുഴിയുടെ തൊട്ടിറമ്പി നിൽക്കുകയാണ്. അങ്ങനെ ഒരു പ്രയാസം, 1-2 പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അത്ഭുതകരമായി വാഹനാപകടങ്ങൾ അതുകൂടാതെ ഞാനും എൻ്റെ ജോമോൻ്റെ വൈഫ് തിരുവല്ല സാഹിബിൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവൾ ഈ ബസ്സിൽ കയറുന്നില്ല, ബസ്സിലും കാറിലും ഒന്നും കയറത്തില്ല, വൊമിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ബൈക്കിന് കൊണ്ടുവിടുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യുമായിരുന്നു.
ശനിയാഴ്ച പിന്നെ ചെന്ന് കൊണ്ടുവരും, തിങ്കളാഴ്ച രാവിലെ കൊണ്ടുവിടും. അങ്ങനെയായിരുന്നു ജോലി. അപ്പോൾ ഒരു പ്രാവശ്യം ശനിയാഴ്ച അവിടുന്ന് സൂസനെ കൊണ്ട് വരുമ്പോൾ ഒരു പട്ടി കുറുകെ ചാടി വണ്ടി ഇടിച്ചു വീണു. പക്ഷേ ദൈവകൃപയാൽ ഒന്നും എൻ്റെ പാൻ്റെ ഒക്കെ കീറിയതേ ഉള്ളൂ, സൂസനൊന്നും പറ്റിയില്ല. സാധാരണ പുറകെ ഇരിക്കുന്നവർ വീണ കൂടുതൽ പ്രശ്നം ഉണ്ടാകും. ഞാൻ വീണ് എൻ്റെ മേളിലോട്ടാണ് അവൾ വീണ്. അതിൽ ദൈവകൃപയാൽ പിന്നെ എനിക്കൊരു അന്നും ഒരു തലകർക്കം ഉണ്ടായി. ഞാൻ എന്നിട്ട് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോന്നു. ഏതായാലും കാല് പൊട്ടിയുകൊണ്ട് പൊയ്യാലൊന്ന് കയറാമെന്നും പറഞ്ഞ് പൊയ്യാൽ വന്ന് ഡോക്ടറെ കണ്ട് അവിടെ കാണാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങി. പിന്നെ അവരൊരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ 2004 മുതൽ നാഷണൽ പ്രയർ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രയർ മൂവ്മെൻറ്റ് ആരംഭിച്ചു. കെ.വി. പോൾ സാറ്, ഹൈദരാബാദിലുള്ള കെ.വി. പോൾ സാർ ആരംഭിച്ചതാണ്. ഷാജി കുര്യൻ ഭാഷാണ് അതിൻ്റെ സൗത്ത് കേരള കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ 2004 അത് ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്, ചർച്ച ബോർഡിൽ യൂത്ത് ബോർഡിൽ വെച്ച് പരിചയമുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ കണക്ഷനൊന്നുമില്ല. ഞാൻ IPC വന്നു കഴിഞ്ഞ് കണക്ഷനൊന്നുമില്ല. അപ്പം പത്തനംതിട്ടയുള്ള ഡോക്ടറെ, അദ്ദേഹം HMIയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് ഡോക്ടറെ അറിയാം. ഡോക്ടർ അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റിയ ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് തോമസ് ഓറീസ് പാസ്റ്ററിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് വെട്ടിപ്പുറത്തോട്ട് പറഞ്ഞു വിട്ടു. 2004 അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ എല്ലാ മാസവും ഫസ്റ്റ് സൺഡേയിൽ നാഷണൽ പ്രയർ മൂവ്മെൻറ്റിൻ്റെ മീറ്റിംഗ് ഇവിടെ പല ഇടത്തായിട്ട് നടക്കുന്നുണ്ട്. ഒരു 10, 12, 15 പേര് വരെയൊക്കെ കൂടുന്ന ഇന്ന് വരെ മുടങ്ങാതെ നടക്കുന്നുണ്ട്. എല്ലാ മാസവും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കോവിഡിന് ശേഷം ഗ്ലോബൽ പ്രയർ വാരിയർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന, അത് എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 8:30 വരെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ, ഹിമാചലിൽ, ഡൽഹിയിൽ, ഹരിയാനയിൽ, പഞ്ചാബിൽ, വെസ്റ്റ് ബംഗാളിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ഒഡീഷയിൽ, ഇവിടെ എല്ലാം ഉള്ള ദൈവദാസന്മാർ സൂമിൽ കൂടാണ് ഈ നടക്കുന്ന പ്രാർത്ഥന. സൂമിൽ കൂടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഓരോ സ്റ്റേറ്റിലും ഉള്ള ഓരോ ജില്ലകൾക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ആ ജില്ലയിൽ നിന്നൊരു ദൈവദാസനെ കണ്ടെത്തി ആ ജില്ലകളുടെ നീഡ്സൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ പ്രാർത്ഥനയാണ്, പവർഫുൾ പ്രാർത്ഥനയാണ്. കൂടാതെ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ ഉള്ള ഏതാണ്ട് 25ഓളം പ്രയർ മൂവ്മെൻറ്റുകൾ ചേർന്ന് എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് ഫ്രൈഡേ വൈകിട്ട് 5:30 മുതൽ 9 മണി വരെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. എല്ലാ മാസത്തിൻ്റെയും ഫസ്റ്റ് ഫ്രൈഡേ വൈകിട്ട് 5:30 മണി മുതൽ 9 മണി വരെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വിവിധ പ്രയർ മൂവ്മെൻറ്റുകൾ, ഏതാണ്ട് 25ഓളം പ്രയർ മൂവ്മെൻറ്റുകൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതൊക്കെ വാസ്തവത്തിൽ ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉദ്യമിപ്പിച്ച് നമ്മളറിയാത്ത ഒരുപാട് പ്രയർ മൂവ്മെൻറ്റുകളുണ്ട്, ഒരുപാട് പ്രയർ മൂവ്മെൻറ്റുകളുണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലൊരു വലിയ മാറ്റം. നമ്മളറിയുന്ന പോലെയൊന്നുമില്ല ഇന്ത്യയിൽ. നിങ്ങളൊക്കെ ഇന്ത്യയിൽ പലയിടത്ത് പോകുന്നവരാണല്ലോ. ഇന്ത്യയിൽ നമ്മളിന്ന് കേൾക്കുന്ന പോലെയൊന്നുമല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വലിയ സഭകൾ, ഉത്തർപ്രദേശിലൊക്കെ വലിയ എതിർപ്പുള്ളതാണ്. പക്ഷേ അവിടെ 1000 പേര് കൂടുതൽ കൂടുന്ന സഭകൾ, എത്ര സഭകളുണ്ടെന്നറിയാം. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കും. ഇന്ത്യയുടെ മിക്കവാറും സ്റ്റേറ്റുകൾ പീഡകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്, എന്നാൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ ഒരു ഹൈന്ദവ തീവ്രവാദി ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ 2.5% എന്ന് പറയുന്നത് വെറുതെയാണ് പറയുന്നത്. 18% ഉണ്ടെന്ന് അദ്ദേഹം 2 വർഷം മുമ്പേ പറഞ്ഞു. ഓൺലൈനിൽ കൂടെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. 18% ക്രിസ്ത്യൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിലൊക്കെ കൂടുതലുണ്ട്, അത്രയൊന്നുമല്ല. ഇന്ന് ക്രിസ്ത്യൻ മെജോറിറ്റി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ഇതെന്ന് പറയുന്ന പെർസെൻറ്റേജ് അതിലൊക്കെ വളരെ കൂടുതലുണ്ട്. ദൈവം അനേകരെ എല്ലായിടത്തും ഇപ്പം നോർത്ത് ഇന്ത്യ, അതിൻ്റെ ശരിയായ കണക്കെടുപ്പ് നമുക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആരും പേര് മാറുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാ അതിൻ്റെ യാഥാർത്ഥ്യം. കർത്താവിനെ കണ്ടെത്തിയവരും കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർ ധാരാളമുണ്ട്. ദൈവത്തിൽ സ്ഥിരമാനസിൽ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും.
ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം ഇടയാക്കത്തില്ല. എന്ത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥനയോട് പ്രാർത്ഥനയും ഉപവാസവും. നമ്മൾ ഏതൊരു വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ദൈവം അത് അംഗീകരിക്കും.